പകൽ വാർത്ത ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചുള്ള പരാമർശത്തിൽ വിശദീകരണവുമായി PJ കുര്യൻ. മുഖ്യമന്ത്രിയാകാൻ ചെന്നിത്തലയ്ക്ക് അയോഗ്യതയില്ലെന്നാണ് ഉദ്ദേശിച്ചതെന്ന് കുര്യൻ ന്യൂസ് 18നോട്. രമേശ് ചെന്നിത്തല ഉണ്ടല്ലോ, ചിലപ്പോൾ മുഖ്യമന്ത്രി ആകാവുന്ന ആളാണ്. മുഖ്യമന്ത്രി ആകുമെന്ന് ഞാൻ പറഞ്ഞില്ല. മുഖ്യമന്ത്രി ചിലപ്പോൾ, അത് നിങ്ങൾ നോട്ട് നോക്കൂ, ചിലപ്പോൾ മുഖ്യമന്ത്രി ആകാവുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആകുമെന്നാണോ? അല്ല. സതീശന് യോഗ്യതയില്ലെന്ന് അർത്ഥമാക്കേണ്ടതില്ലെന്നും PJ കുര്യൻ. മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ ചർച്ചയാക്കേണ്ട സാഹചര്യമില്ലെന്ന് ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് കളം നിറഞ്ഞ ഡീൽ വിവാദം. മോദിയും പിണറായിയും തമ്മിൽ രാഷ്ട്രീയ ധാരണയെന്ന് ചെന്നിത്തല. കോൺഗ്രസിനും BJPക്കും ഒരേ അജണ്ടയെന്ന് മുഖ്യമന്ത്രി. കോലീബി ഓർമ്മിപ്പിച്ച് ബിനോയ് വിശ്വം. മത്സരയത്രം നാളെ തെളിയും. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കും. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം തള്ളിയത് 354 പത്രികകൾ. അപരഭീഷണി ഒഴിവാക്കാൻ തിരക്കിട്ട നീക്കത്തിൽ മുന്നണികൾ. ഇടതു വലത് മുന്നണികളുടെ ജമാഅത്തെ ബന്ധം ചർച്ചയാക്കാൻ BJP. ശ്രദ്ധ തിരിക്കാനാണ് UDF ഡീൽ ആരോപണം ഉന്നയിക്കുന്നതെന്ന് കുമ്മനം. LDFനെതിരെയും ആരോപണം. കാരണം കിട്ടുന്നെങ്കിൽ പോരട്ടെന്നാണ്. വേറെ കുറേ നിയോജകമണ്ഡലമെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ സപ്പോർട്ട് കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതാണ്. കാരണം ഇവർക്കൊന്നും തത്വാധിഷ്ഠിതമായിട്ടല്ലല്ലോ വിമർശനം, പിന്തുണയുമല്ല. എതിർക്കുന്നതും അനുകൂലിക്കുന്നതൊന്നും തത്വാധിഷ്ഠിതമായിട്ടല്ല, നൈമിഷികമായ താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ്. UDFനുള്ള വെൽഫെയർ പാർട്ടി പിന്തുണ LDF മറക്കുന്നുവെന്നും വിമർശനം. സതീശനെതിരെ പോർമുഖം തുടർന്ന് പിണറായി. എന്ത് വൃത്തികേടും വിളിച്ചു പറയുന്ന ഗൂഢസംഘത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് സതീശനെന്ന് വിമർശനം. ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് കാട്ടിയ ആളാണ് മുഖ്യമന്ത്രിയെന്ന് സതീശൻ. TK ഗോവിന്ദൻ വർഗവഞ്ചകനെന്നും മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് രംഗം കൊഴുപ്പിക്കാൻ ദേശീയ നേതാക്കൾ. പ്രധാനമന്ത്രി ഞായറാഴ്ചയെത്തും. സോണിയാഗാന്ധിയുടെ അനാരോഗ്യത്തെ തുടർന്ന് കോഴിക്കോട് സന്ദർശനം രാഹുൽ ഗാന്ധി റദ്ദാക്കി. പകരം മല്ലികാർജുന ഖാർഗെ കോഴിക്കോട്ടേക്ക്. MK മുനീറിന്റെ വീടിന്റെ ജപ്തി ഭീഷണി ഒഴിയുന്നു. ഇടപെട്ട മുസ്ലിം ലീഗ് നേതൃത്വം. സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും വിളിച്ചുവെന്ന് മുനീറിനെ കണ്ട് രമേശ് ചെന്നിത്തല. യുദ്ധം നിർത്താൻ ഇറാന് മുന്നിൽ 15 നിർദ്ദേശങ്ങൾ വെച്ച ട്രംപ്. കൂടുതൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ച് US ഇസ്രായേൽ സംയുക്ത സൈന്യം. 12 പേർ കൊല്ലപ്പെട്ടു. US രക്ഷപ്പെടാനുള്ള സമയം കഴിഞ്ഞുവെന്ന മുന്നറിയിപ്പുമായി ഇറാൻ. സമാധാന നീക്കത്തിന് വേദിയൊരുക്കാൻ പാകിസ്ഥാൻ. ഇറാനെതിരെ സൈനിക നീക്കം തുടരണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ട് സൗദി. സംഘർഷം മേഖലയെ പുനർനിർമ്മിക്കാനുള്ള നിർണായക നിമിഷമെന്ന് ട്രംപിനോട് മുഹമ്മദ് ബിൻ സൽമാൻ. ഇറാൻ ഭരണകൂടത്തെ ദുർബലപ്പെടുത്താൻ കരമാർഗമുള്ള സൈനിക നീക്കങ്ങളുടെ സാധ്യത ആരാകണമെന്നും സൗദി. സംസ്ഥാനത്ത് കൊടും ചൂട്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നിലവിലുള്ളതിനേക്കാൾ 3 ഡിഗ്രി ഉയരുമെന്ന മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുയരും. 7 ജില്ലകളിൽ 37 ഡിഗ്രി വരെ താപനില ഉയരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, തെരഞ്ഞെടുപ്പ് കളത്തിൽ ആളിക്കത്തി ഡീൽ വിവാദം. രഹസ്യബാന്ധവം പരസ്പരം ആരോപിക്കുകയാണ് മുന്നണികൾ. കോൺഗ്രസിനും BJPക്കും ഒരേ അജണ്ടയെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി രംഗത്ത് വന്നു. വർഗീയതയെ ചെറുക്കുന്ന LDFലാണ് ജനങ്ങൾക്ക് വിശ്വാസമെന്നും പിണറായി വിജയൻ പറഞ്ഞു. കോലീബി ഓർമ്മിപ്പിച്ച് ബിനോയ് വിശ്വവും രംഗത്ത് വന്നു. ഇതുപോലെ രാഷ്ട്രീയ നദികളുടെ എല്ലാ കാര്യങ്ങളിലും കൈകോർത്ത് പിടിക്കാൻ ശീലിച്ച BJPയും കോൺഗ്രസും രാഷ്ട്രീയത്തിലും അതാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ മുൻകൂട്ടി പറയുന്നത് LDFന് ഡീലുണ്ടെന്ന്. ആരുമായിട്ട്? BJPയുമായിട്ട്. ഇത്രയും കനത്ത തമാശകൾ പറയാൻ അവർക്കേ പറ്റും. മോദിയും പിണറായിയും തമ്മിൽ രാഷ്ട്രീയ ധാരണയെന്നാണ് രമേശ് ചെന്നിത്തല മറുപടി നൽകിയത്. കോൺഗ്രസിനെ മാറ്റി നിർത്തുകയാണ് ലക്ഷ്യം. തുടർ ഭരണമുണ്ടായത് BJP സഹായത്തോടെയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു.
ഡീൽ ആരോപണം മുൻകൂർ ജാമ്യമെന്നാണ് എൻ രാധാകൃഷ്ണന്റെ പ്രതികരണം. CPM കോൺഗ്രസ് സഖ്യം പുറത്തുവരാതിരിക്കാനുള്ള തന്ത്രമെന്നും BJP നേതാവ് ആരോപിച്ചു. അല്ല, സതീശനും സണ്ണി ജോസഫിനും ചെന്നിത്തലയ്ക്കൊക്കെ ഇത് നല്ല പരിചയമാണ്. കാരണം ചെന്നിത്തലയുടെ സ്വന്തം പഞ്ചായത്തിലാണ് ആദ്യം ഡീൽ ഉണ്ടാക്കിയത്. അവിടെ ഏറ്റവും വലിയ കക്ഷി BJP ആണ്. അവിടെ CPM കോൺഗ്രസ് സഖ്യമാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്താണ് തിരുവനന്തപുരം പഞ്ചായത്ത്. അവിടെ BJP ആണ് ഏറ്റവും വലിയ കക്ഷി. അവിടെ CPM കോൺഗ്രസ് ഡീലാണ്. വടക്കോട്ട് നീങ്ങിയാൽ മഞ്ചേശ്വരത്ത് കഴിഞ്ഞോണ്ട് പറയും 80 വോട്ടിനാണ് സുരേന്ദ്രൻ തോക്കണം, മറ്റേ 2700 ചില്ലാൻ വോട്ടിന്. അവിടെയൊക്കെ LDFന്റെ വോട്ടെത്രയാണ്? നേരെ LDF UDF സഖ്യമാണ്. അതിലെ സ്ഥിതി. പിന്നെ നല്ല പരിചയമുണ്ട് ഇവർക്ക് ആ കാര്യം. ഞാൻ സതീശനോടും ചെന്നിത്തലോടൊക്കെ എനിക്ക് നല്ല ബഹുമാനമാണ്. കാരണം നല്ല പണിയറിയാവുന്ന ആളുകളാണ്. കാരണം 35% വോട്ടാണ് അവർക്ക് വട്ടിയൂർക്കാവിൽ കിട്ടിയത് കെ മുരളീധരൻ. കഴിഞ്ഞ പ്രാവശ്യം 25% വോട്ട്, 10% വോട്ട് അവർ നേരെ CPMന് കൊടുത്തു. കിരൺ ബാബു വിവരങ്ങളുമായി ചേരും. കിരണ്, ഡീൽ ആരോപണമാണ് തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വരുന്ന പ്രധാനപ്പെട്ട ഒന്ന്. ഇന്നിപ്പോൾ ആരൊക്കെയാണ് ഡീല്? എന്തെങ്കിലും പുതിയ ഡീലുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടോ? രഞ്ജിത്ത്, ഡീൽ ആരോപണം പ്രധാനമായും ഉന്നയിക്കുന്നത് കോൺഗ്രസ് ആണ്. BJPയും CPMും തമ്മിൽ അത്തരമൊരു ഡീലുണ്ടെന്നും 10 മണ്ഡലങ്ങളിൽ അങ്ങനെ BJPക്ക് വോട്ട് മറിച്ച് CPM നൽകുമെന്നും അതിന് പകരമായി മറ്റ് മണ്ഡലങ്ങളിലൊക്കെ CPMന് BJP വോട്ട് മറിച്ച് നൽകുമെന്നുള്ള ഡീൽ ആരോപണം. ഇതാണ് ഈ ഡീൽ ആരോപണം. പൂർണ്ണമായും ഈ ഡീൽ ആരോപണം CPM തള്ളിക്കളയുകയാണ്. CPM തള്ളിക്കളയുക മാത്രമല്ല, ചരിത്രപരമായി എങ്ങനെയാണ് കോലീബി സഖ്യം മുതൽ ഏതെല്ലാം കാലത്താണ് കോൺഗ്രസ് BJPയുമായി ഡീൽ ഉണ്ടാക്കിയത് എന്ന് പറയുന്നതിന്റെ ഉദാഹരണങ്ങൾ നിരത്തിയാണ് CPMന്റെ പ്രധാനപ്പെട്ട പ്രതിരോധം വരുന്നത്. ഇതിനൊപ്പം മൂന്നാമത്തെ കക്ഷി, ഈ രണ്ട് കൂട്ടരും ഒരേപോലെ ഡീൽ ആരോപിക്കുന്നത് BJP CPMുമായി ഡീലാണെന്ന് കോൺഗ്രസും BJP കോൺഗ്രസുമായി ഡീലാണെന്ന് CPMും ആരോപിക്കുമ്പോൾ BJPയുടെ ആരോപണം മറിച്ച് മറ്റൊന്നാണ്. അത് കോൺഗ്രസും CPMും തമ്മിലാണ് ഡീൽ. BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊക്കെ കോൺഗ്രസും BJPയും ചേർന്ന് കോൺഗ്രസും CPMും ചേർന്ന് ഇടത് വലത് മുന്നണികൾ ചേർന്ന് BJPയുടെ വിജയം അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് BJP ഉന്നയിക്കുന്ന ആരോപണം. മറ്റൊന്നുകൂടി ഇന്ന് മഞ്ജുഷ് ഗോപാൽ നടത്തിയ അഭിമുഖത്തിൽ കുമ്മനം രാജശേഖരൻ പറയുന്നത് മറ്റൊന്നാണ്. ഈ ബന്ധം, ജമാഅത്തെ ഇസ്ലാമി ബന്ധം മറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസും CPMും ഈ ഡീൽ ആരോപണവുമായി വന്നിരിക്കുന്നത്. കോൺഗ്രസിനും CPMനും ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും ഒരുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി പല സ്ഥലത്ത് പിന്തുണ കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഇതാണ് 3 രാഷ്ട്രീയ പാർട്ടികളുടെയും ഡീൽ ആരോപണത്തിലുള്ള പ്രധാനപ്പെട്ട വെർഷൻ. അവരുടെ വാദങ്ങൾ ഇത് തന്നെയാണ്. ഇതും ആവർത്തിച്ചത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. രമേശ് ചെന്നിത്തലയടക്കം പറയുന്നു, പാലക്കാട് അടക്കം ഇത്തരം ഡീലുണ്ട് എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നു. VD സതീശൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലടക്കം ആവർത്തിച്ച് പറയുന്നു BJPയും CPMും തമ്മിൽ ആ തരത്തിലുള്ള ഡീലുണ്ട്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള കേസ് സുപ്രീം കോടതി നിരന്തരം നീട്ടിവെച്ചുകൊണ്ടിരിക്കുന്നത്, PMCയിൽ ഒപ്പിട്ടത്, അങ്ങനെ ചില വിശദീകരണങ്ങളൊക്കെയാണ് നൽകുന്നത്. എന്തായാലും അങ്ങനെ ഒരു വിഷയം കത്തിച്ചു നിർത്തണം, ഇങ്ങനെ പ്രധാനമായും തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന വിഷയമാക്കണമെന്ന് ഒന്നാമത് ആഗ്രഹിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ വാദങ്ങളും ഇതൊക്കെയാണ്. CPM ഇതിനെല്ലാം പ്രതിരോധിക്കുന്നത് BJPക്കെതിരെ, സംഘപരിവാറിനെതിരെ അതിശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ കാലത്തും CPM ആണ്. ആ മുൻകാലങ്ങളിലൊക്കെയും CPMനെയും ഇടതുമുന്നണിയെയും പരാജയപ്പെടുത്താൻ വേണ്ടി BJPയുമായിട്ടൊക്കെ ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത് കോൺഗ്രസ് ആണ്. അങ്ങനെ ചരിത്രത്തിന്റെ വസ്തുതകൾ അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്നുള്ള സംഭവങ്ങളും ആരോപണങ്ങളും വസ്തുതകളും ഒക്കെ നിരത്തിയാണ് CPM ഇതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. BJP മറുഭാഗത്ത് അതിന് പകരമായി ഞങ്ങൾ ആരുമായി ഡീലില്ലെന്നും നിങ്ങൾ തമ്മിൽ ഇന്ത്യയിലാകമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മത്സരിക്കുന്നവരാണ്, കേരളത്തിൽ മത്സരിക്കുമ്പോഴും BJP ജയിക്കുന്ന സ്ഥലങ്ങളിൽ തിരിച്ചാണ് നിലപാട് സ്വീകരിക്കുന്നതെന്ന് പറയുന്നു. എന്തായാലും ഈ വിഷയം ആവർത്തിച്ച് നിലനിർത്തണം എന്നുള്ളതും ഈ വിഷയം ആവർത്തിച്ച് ഉന്നയിക്കുന്നതെല്ലാം കോൺഗ്രസും UDFുമാണ് എന്നതാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രത്യേകത. നമുക്ക് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. കിരണ്, രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെടുന്ന പ്രതികരിച്ചിരുന്നു. അതിലേക്ക്. കോൺഗ്രസ് മുക്ത ഭാരതം സാക്ഷാത്കരിക്കുക, അതിനു വേണ്ടിയിട്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി രാഷ്ട്രീയ സഖ്യത്തിലാണ്, അലിഖിത രാഷ്ട്രീയ സഖ്യത്തിലാണ് ഇവർ തമ്മിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 2021 69 സീറ്റുകളിലാണ് NDAയുടെ വോട്ടുകൾ CPMന് നൽകിയത്. ഞങ്ങൾക്ക് അന്ന് UDFന് 40% വോട്ട് കിട്ടി. ആ സമയത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ NDAക്ക് 14% വോട്ടായിരുന്നു, അത് 10 കുറഞ്ഞു. അതിന്റെ ഫലമായി LDFന് 44% വോട്ട്. അങ്ങനെയാണ് കേരളത്തിൽ തുടർഭരണം ഉണ്ടായത്. ഇപ്പോൾ അതേ സാഹചര്യം വരുത്തി തീർക്കാൻ, ഉണ്ടാക്കിയെടുക്കാനുള്ള
ബോധപൂർവമായ രാഷ്ട്രീയമായ കുതന്ത്രങ്ങളാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കിരൺ, ഞാൻ മനസ്സിലാക്കുന്നത് 10 മണ്ഡലങ്ങൾ കുറച്ചുകൂടി കൂട്ടി 20 മണ്ഡലങ്ങളിലേക്ക് രമേശ് ചെന്നിത്തല ഡീൽ ആരോപണം കൊണ്ടുവന്നിട്ടുണ്ട്. 20 മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികളെ കുറിച്ച്, അതും CPM ശക്തമായ സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ആർക്കും ധാരണയില്ലാത്തവരാണ് എന്ന ആരോപണമാണെന്ന് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. രഞ്ജിത്ത്, ഈ എത്ര മണ്ഡലങ്ങളാണ് എന്നുള്ളതൊന്നും അങ്ങനെ വളരെ കൃത്യമായി ഇവരാരും ഓരോരുത്തരും 10 പറഞ്ഞു, 20 പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പറയുന്നത് 22 സീറ്റുകൾ വരെ 2020 പോലൊരു പാർട്ടിക്ക് NDA നൽകി. സ്വാഭാവികമായി ആർക്കും തോന്നാവുന്ന ഒരു സംശയമാണ്, 2020 പോലൊരു പാർട്ടിക്ക് 22 സീറ്റുകളൊക്കെ എങ്ങനെയാണ് NDA പോലൊരു പ്രധാന മുന്നണി നൽകുന്നത്? അത് ഒരു ഡീലിൻ്റെ ഭാഗമാണ്. ചിലപ്പോൾ ആ മുന്നണി ഒരു പാർട്ടിയെ കൂടെ കിട്ടുന്നതിന് അങ്ങനെ കൂടുതൽ വലിയ സീറ്റുകളൊക്കെ നൽകി പലപ്പോഴും മുന്നണികൾ ചെറു പാർട്ടികളെയൊക്കെ ശക്തിക്ക് വേണ്ടി എടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമാണ്. അതൊക്കെ ആ മുന്നണി തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ഇവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം 22 സീറ്റ് എന്തുകൊണ്ടാണ് 2020 തൃപ്പൂണിത്തറ പോലെ BJPക്ക് കഴിഞ്ഞതിന് മുമ്പിൽ തവണ 29,000-ഓളം വോട്ട് കിട്ടിയ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 24,000-ഓളം വോട്ട് കിട്ടിയ ഒരു മണ്ഡലത്തിൽ അവിടെ BJPക്ക് പകരം 2020 സ്ഥാനാർത്ഥി വരുന്നു. അവിടുത്തെ ജാതിമത ഇക്വേഷനുകൾക്ക് പകരമായി മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ വരുന്നു. ഇതൊക്കെ സഹായിക്കാനാണ്. അങ്ങനെ ഓരോരുത്തർ എണ്ണം നോക്കിയാൽ 10 എന്ന് പറയുന്നത് 20 എന്ന് പറയുന്നതും ഈ 2020 22 കൂട്ടി കഴിഞ്ഞാൽ പിന്നീട് പാലക്കാടും ഒക്കെ ചേർക്കുമ്പോൾ അത് 22-ലും ഒക്കെ കൂടും. അങ്ങനെയല്ല, അതിനപ്പുറത്തേക്ക് ഏതെല്ലാം മണ്ഡലങ്ങൾ എന്നുള്ളത് കൃത്യമായി പറയുന്നില്ല. കാരണം ഇങ്ങനെ പറയുന്നതിൽ ഒരു ചെറിയ അപകടം കൂടിയുണ്ട്. സ്വാഭാവികമായും ഡീലുണ്ട് എന്നുള്ള ഒരു വലിയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തിരിച്ചടിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്ഥാനാർത്ഥിയല്ലേ ജയിക്കാൻ സാധ്യത എന്നുള്ള മട്ടിലൊക്കെ വോട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ എല്ലാ മണ്ഡലങ്ങളുടെ പേരെന്ന് പറയാം. പ്രധാനമായും പാലക്കാട് ചൂണ്ടിക്കാട്ടിയാണ് ഈ പറയുന്നത്. കാരണം പാലക്കാട് കഴിഞ്ഞ 2-3 തവണയായി ത്രികോണ പോരാട്ടം അതിശക്തമായി നടക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലടക്കം അങ്ങനെ കൂടി ശ്രദ്ധേയ ഒരു മണ്ഡലമാണ് പാലക്കാട്. BJPയും കോൺഗ്രസും CPMഉം ഒരുപോലെ വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ്. 3 പേരുടെയും സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു മുന്നണി മൂന്നാമതാവും, ആര് രണ്ടാമതാവും, ഒന്നാമതാവും എന്നതൊന്നും ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമാണ്. ലോക്സഭയിലെ കണക്കെടുത്താലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കെടുത്താലും അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കെടുത്താലും എല്ലാം ഈ 3 പാർട്ടിക്കും സാധ്യതയുണ്ട്. 5%, 10% വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ നേടാനായാൽ, അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ തവണ CPM മത്സരിപ്പിക്കുന്ന പൊളിറ്റിക്കലി ഒരു കാൻഡിഡേറ്റിനെ അല്ല, പ്രദേശത്ത് നിന്നുള്ള ഒരു കാൻഡിഡേറ്റിനാണ്. അതൊരു മുസ്ലിം കാൻഡിഡേറ്റിന് കൂടിയാണ്. അപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത് കോൺഗ്രസിന് ലഭിക്കുന്ന ഒരു മുസ്ലിം വോട്ട് കൂടി ഭിന്നിപ്പിക്കുക എന്നുള്ളതാണോ ഒരു ലക്ഷ്യം എന്നുള്ളത് ഉന്നയിക്കുന്നു. ശോഭാ സുരേന്ദ്രനെ പോലെ സംസ്ഥാനത്ത് മത്സരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വോട്ടിംഗ് നില ശതമാനം ഉയർത്താൻ കഴിവുള്ള ഒരു നേതാവ്, പാലക്കാട് മത്സരിച്ചുമൊക്കെ ശേഷിയുള്ള ഒരു നേതാവിനെ അവിടെ മത്സരിക്കുമ്പോൾ അവരെ ജയിപ്പിക്കാനെന്ന് പറയുന്നത് കോൺഗ്രസിനെതിരെ അവിടെ നിന്ന് ആരെ മത്സരിപ്പിക്കാതെ രമേശ് പിഷാരിയുടെ പോലെ എറണാകുളത്ത് നിന്ന് എന്തിനാണ് ഒരാളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതെന്നുള്ള ആരോപണം തിരിച്ചു കോൺഗ്രസിനെതിരെയും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചു. ഒരു മുസ്ലിം നാമധാരിയായ ഒരാൾ മത്സരിച്ചാണോ കോൺഗ്രസിന് പ്രശ്നമെന്നുള്ള കോൺഗ്രസിനെ കൂടി വെട്ടിലാക്കുന്ന ഒരു ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഡീൽ ആരോപണം സജീവമാക്കി നിർത്താൻ തന്നെയാണ്. ആരോപണം അങ്ങനെ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുകയാണ്. കോൺഗ്രസ് ഉന്നയിച്ച ആ ആരോപണം ഈ പറഞ്ഞതുപോലെ മണ്ഡലങ്ങളുടെ എണ്ണം മാത്രമല്ല, പല സ്ഥലങ്ങളിലും BJPയുടെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് UDF ഡീൽ ആരോപണം ഉന്നയിക്കുന്നതെന്ന് BJP ആരോപിക്കുന്നു. BJP ജയിക്കാതിരിക്കാൻ ചിലയിടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി LDFന് വോട്ട് ചെയ്യാനും ആഹ്വാനം ചെയ്തെന്നും അത് BJP ആയുധമാക്കുകയാണ്. വെൽഫെയർ പാർട്ടി പിന്തുണയുടെ പേരിൽ UDFനെ ശക്തമായി വിമർശിച്ചിരുന്ന LDF ഇപ്പോൾ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് ഇതിനാലാണെന്നും കുമ്മനം രാജശേഖരൻ ആരോപിച്ചു. പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിയെ LDF ശക്തമായിട്ട് ഇപ്പോൾ എതിർക്കുന്നുണ്ട്. പക്ഷെ അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എതിർത്ത പോലെ ആ ഒരു ശക്തി ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഡീൽ എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത് പ്രധാന അജണ്ടയായിട്ട്. കാരണം കിട്ടുന്നെങ്കിൽ പോരട്ടെന്നാണ്. വേറെ കുറേ നിയോജകമണ്ഡലമെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ സപ്പോർട്ട് കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതാണ്. കാരണം ഇവർക്കൊന്നും തത്വാധിഷ്ഠിതമായിട്ടല്ലല്ലോ വിമർശനം, പിന്തുണയുമല്ല. എതിർക്കുന്നതും അനുകൂലിക്കുന്നതൊന്നും തത്വാധിഷ്ഠിതമായിട്ടല്ല, നൈമിഷികമായ താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ്. ഇനിയിപ്പോൾ അവർക്കൊരു പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിമർശനത്തിൻ്റെ കുന്തമുന ഒന്ന് ഒടിച്ചാൽ, മയപ്പെടുത്തിയാൽ, ഇനി വേറെ വല്ല സ്ഥലത്തും പിന്തുണ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഞങ്ങൾക്ക് ജയിക്കാൻ അവിടെ സാധിക്കുമല്ലോ എന്നുള്ളതാണ്. ഇതൊക്കെ പങ്കുവെക്കലാണ്. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി NDA സംബന്ധിച്ചിടത്തോളം വളരെ തത്വാധിഷ്ഠിതമായ നിലപാടാണ്. ഇതൊരു ആദർശ രാഷ്ട്രീയമാണ്, ആദർശ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ UDFഉം LDFഉം പിന്തുണ തേടിയെന്ന് വെളിപ്പെടുത്തി SDPI. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ UDF നേതൃത്വം ബന്ധപ്പെട്ടുവെന്ന് SDPI സംസ്ഥാന അധ്യക്ഷൻ CPI ലത്തീഫ് പറഞ്ഞു.
BJPയുടെ തോൽവി ഉറപ്പാക്കേണ്ടത് SDP-യുടെ മാത്രം ബാധ്യതയല്ല. SDP-ഐ മഞ്ചേശ്വരത്ത് മത്സരിച്ചാൽ മതേതര വോട്ടുകൾ ഭിന്നിക്കുമെന്നാണ് പാണക്കാട് തങ്ങൾ പറഞ്ഞത്. SDP-ഐ വോട്ടുകൾ മതേതരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേങ്ങരയിൽ LDF സ്ഥാനാർത്ഥി സബാഹ് ഉൾപ്പെടെ ഇത്തവണ പിന്തുണ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ തവണ താനൂരിൽ V. അബ്ദുറഹ്മാനെ പിന്തുണച്ചു. ഇത്തവണ ആരെ പിന്തുണയ്ക്കുമെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് SDP-ഐ പറഞ്ഞു. മതേതര വോട്ട് എന്ന് വെച്ചാൽ SDP-ഐ മത്സരിക്കുന്നത് കൊണ്ട് SDP നേതൃത്വം കൊടുക്കുന്ന ഒരു അല്ലെങ്കിൽ ആ പാർട്ടിയുടെ വോട്ടുകൾ അത് മതേതര വോട്ടുകളാണെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ആ മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോയാൽ അവിടെ ലീഗ് തോൽക്കുന്നതാണ് പറയുന്നത്. പരസ്യമായി പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പൊ എന്തൊക്കെ ആയിക്കോട്ടെ, മതേതര വോട്ടുകൾ എന്ന ആ ഒരു പദപ്രയോഗത്തെ സ്വാഗതം ചെയ്യുകയാണ്. SDP-യുടെ മതേതരത്തെ അംഗീകരിക്കുന്നതിൽ സന്തോഷമുണ്ട്. പല ദൂതന്മാരൊക്കെ ഇങ്ങനെ ബന്ധപ്പെടുന്നുണ്ട്, നിങ്ങൾ പിൻവലിക്കണം എന്ന രീതിയിലൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ ചില ലീഡർമാർ ഇപ്പോൾ ഇങ്ങനെ ഇന്നലെ തൊട്ട് ആളുകൾ വിളിക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ ഒരു പുനരാലോചന വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ബന്ധപ്പെടുന്ന UDF-ന്റെ നേതാക്കന്മാർ ബന്ധപ്പെടുന്നുണ്ട്, നിങ്ങൾ പിൻവലിക്കണം എന്ന് ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. മഞ്ചേശ്വരത്ത് അല്ല, അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ മണ്ഡലത്തിലും നമ്മൾ കയറി അങ്ങനെ പിന്തുണക്കുമെന്നൊരു മാൻഡേറ്റ് ഒന്നുമില്ല. താനൂരിന്റെ അന്നത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ അബ്ദുറഹ്മാനെ പിന്തുണച്ചു, വോട്ട് ചെയ്തു. അത് ശരിയാണ്. അദ്ദേഹത്തിന് കുറച്ച് ഒരു നാക്കുപോയി സംഭവിച്ചു, നമ്മളത് പറഞ്ഞപ്പോൾ അതിന് തിരുത്തുകയും ചെയ്തു. അതിന് നമുക്ക് സന്തോഷമാണ്. സബാഹ് എന്നല്ല ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും നമ്മളോട് പിന്നെ അതാത് മണ്ഡലങ്ങളിലൊക്കെ ചോദിച്ച് വോട്ട് ചോദിക്കുന്നുണ്ട്. അത് സ്ഥാനാർത്ഥി അല്ല, അത് ചോദിക്കുമല്ലോ, അത് സ്വാഭാവികമല്ലേ. അത് പ്രത്യേകിച്ചും സഭാവൊക്കെ ഒരു സ്വതന്ത്ര സ്ഥാനത്ത് നമുക്ക് ചോദിക്കുന്നതിന് ഒരു ബാരിക്കേഡും ഇല്ലല്ലോ. കാരണം സ്വതന്ത്രനാണ്, അദ്ദേഹത്തെ എല്ലാവരുടെയും വോട്ട് ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്നതിന് എന്താ തടസ്സമുള്ളത്? CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, ഈ SDP-ഐ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം വരുന്നത് മഞ്ചേശ്വരത്താണ്. അവിടെ സുരേന്ദ്രൻ മത്സരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തവണയൊന്നും സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. SDP-ഐ അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ ലഭിച്ചിരുന്നത് കോൺഗ്രസിനാണ്. അവിടെ സ്ഥാനാർത്ഥി നടത്തുന്നത് സുരേന്ദ്രനെ ജയിപ്പിക്കാനാണ് എന്ന ആരോപണമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇപ്പോൾ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു വിശദീകരണം SDP-ഐ നേതൃത്വം നൽകുന്നുണ്ടോ? രഞ്ജിത്ത്, SDP-ഐ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള സാധ്യതകൾ തുറന്നിടുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ. നേരത്തെ തന്നെ UDF ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പാണക്കാട് നിന്നും അത്തരത്തിലൊരു ആവശ്യമായിട്ട് നേതൃത്വം സമീപിച്ചുവെന്നും SDP-ഐ നേതാക്കൾ വ്യക്തമാക്കുമ്പോൾ മതേതര വോട്ടുകളാണ് SDP-യുടെ എന്ന് അവർ അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരെ പിന്തുണയ്ക്കുന്ന കാര്യം, സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന കാര്യം പരിഗണനയിലാണ് എന്ന് തന്നെയാണ് SDP-യുടെ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക തീരുമാനം ഏറെ വൈകാതെ തന്നെ വരും. കാര്യം നാളെത്തോടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരത്ത് UDF-ന് അനുകൂലമായ ഒരു സമീപനം സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് SDP-യുടെ ഭാഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ അറിയാനാകുന്നത്. ഒരു തരത്തിൽ UDF-നെ സമ്മർദ്ദപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ ഒരു കാര്യത്തിലെന്ന് വേണം കരുതുവാൻ. അതേസമയം പലയിടങ്ങളിലും SDP-യുടെ പിന്തുണ LDF-നും UDF-നുമായിട്ട് ഭിന്നിച്ചു പോകുന്നുണ്ട്. ചരിത്രവും അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ വേങ്ങരയിൽ LDF സ്വന്തമായി മത്സരിക്കുന്ന സബാഹ് അദ്ദേഹം പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണയും അദ്ദേഹം SDP-യുടെ പിന്തുണ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം SDP-യുടെ കൂടി സ്വതന്ത്രമായിട്ട് അദ്ദേഹം മത്സരിച്ചത്. അത് ചരിത്രമാണ്. ഇത്തവണയും അദ്ദേഹം അത്തരത്തിലൊരാവശ്യം ഉന്നയിക്കുന്നുണ്ട്. അത് പരിഗണനയിലാണെന്ന് സൂചിപ്പിക്കുമ്പോൾ V. അബ്ദുറഹ്മാനെ കഴിഞ്ഞ തവണ പിന്തുണച്ചതുപോലെ ഇത്തവണ പിന്തുണയ്ക്കില്ല എന്ന സൂചനയും തരുന്നുണ്ട്. അതായത് ഓരോ മണ്ഡലങ്ങളിലെ സാഹചര്യം അനുസരിച്ച് തീരുമാനമെടുക്കാൻ അതത് കമ്മിറ്റികൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വിജയസാധ്യത ഉള്ള, അതായത് BJPക്ക് വിജയസാധ്യതയുള്ള ഇടത്ത് UDF-നൊപ്പം ചേർന്ന് നിൽക്കുക. അതുതന്നെയാണ് SDP-യുടെ ഇപ്പോഴത്തെ നീക്കം, ആലോചന എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ. അത്തരത്തിൽ UDF-മായി മഞ്ചേശ്വരത്ത് SDP-ഐ ധാരണയിലെത്തുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. അതാണ് സാഹചര്യം. ഇപ്പോൾ SDP-ഐ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് PJ കുര്യൻ. തിരുവല്ല മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ രമേശ് ചെന്നിത്തല പങ്കെടുത്ത പരിപാടിയിലായിരുന്നു കുര്യന്റെ പ്രതികരണം. അതിലേക്ക് എന്തായാലും മെയ് 9-ാം തീയതി നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി ചിലപ്പോ ഇവിടെ ഇരിക്കുന്ന രമേശായിരിക്കും. അല്ല, എനിക്ക് സംശയമില്ല. ചിലപ്പോ രമേശ് പറയുന്നത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ രമേശിന്റെ വലത്ത് ഹരീഷ് സ്വാമി ഇരിക്കുന്നത് പോലെ അസംബ്ലിയിൽ രമേശിന്റെ വലത്ത് ഹരീഷ് സ്വാമി എന്നായിരിക്കും. പരാമർശങ്ങളിൽ പിന്നീട് വളരെ അനുകൂലമായ സാഹചര്യം വിശദീകരണവുമായി വന്നു.
ന്യൂസ് 18നോട് സംസാരിച്ചപ്പോഴാണ് കുര്യൻ ഇത് പറഞ്ഞത്. മുഖ്യമന്ത്രിയാകാൻ ചെന്നിത്തലയ്ക്ക് അയോഗ്യതയില്ല എന്നാണ് ഉദ്ദേശിച്ചത് എന്നും പി ജെ കുര്യൻ മഞ്ജുഷ് ഗോപാലിനോട് പറഞ്ഞു. MLA-മാരാണ് കോൺഗ്രസിലെ രീതിയെ അനുസരിച്ച് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടത്. വി ഡി സതീശന് യോഗ്യതയില്ലെന്ന് അർത്ഥമാക്കേണ്ടതില്ലെന്നും കുര്യൻ പറഞ്ഞു. ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തല സ്റ്റേജിലുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, രമേശ് ചെന്നിത്തല ഉണ്ടല്ലോ ചിലപ്പോൾ മുഖ്യമന്ത്രി ആകാവുന്ന ആളാണ്. മുഖ്യമന്ത്രി ആകുമെന്ന് ഞാൻ പറഞ്ഞില്ല. മുഖ്യമന്ത്രി ചിലപ്പോൾ, അത് നിങ്ങൾ നോട്ട് നോക്കൂ, ചിലപ്പോൾ മുഖ്യമന്ത്രി ആകാവുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആകുമെന്നാണോ? അല്ല, ആകാവുന്ന ആളാണ്. അങ്ങനെ ആകാവുന്ന ആളുകൾ രമേശ് ചെന്നിത്തലയല്ല, വി ഡി സതീശനുണ്ട്, വേറെയും പേരുകളുണ്ട്. മുഖ്യമന്ത്രി ആകാവുന്ന വേറെയും പേരുകളുണ്ട്. ആകാം എന്ന് പറഞ്ഞാൽ ആണ് എന്ന് പറയുന്നത് തമ്മിൽ എന്തോ ഒരു വലിയ അർത്ഥവ്യത്യാസമാണ്. ആണെന്ന് ഞാൻ പറഞ്ഞെന്ന് പറയുന്നത് തെറ്റാണ്. ഞാനൊരു കാര്യം പറയാം. നേരത്തെ ഒരു യോഗത്തിൽ ഞാൻ പ്രസംഗിക്കുന്ന ഒരു യോഗം ഒരു ഇത് എന്നാ ഈ രാഷ്ട്രീയമല്ല, ഒരു സാമൂഹിക സാംസ്കാരിക യോഗമാണ്. ആ യോഗത്തിൽ സ്വാഗതം പറഞ്ഞ ആൾ പറഞ്ഞു, പി ജെ കുര്യൻ സാറ് വേണേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകാവുന്ന ആളാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞാനപ്പം പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു മോഹമില്ലത്. ആകാം എന്ന് ഒരാൾ പറഞ്ഞാൽ അയാളാകുമെന്നോ ആണെന്നോ ആണോ അർത്ഥം? അത്രേ ഉള്ളത്. ഒരയോഗ്യത രമേശ് ചെന്നിത്തലയ്ക്കും അയോഗ്യതയില്ല, ശ്രീ വി ഡി സതീശനും ഈ കാര്യത്തിൽ അയോഗ്യതയില്ല. അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഹൈക്കമാൻഡിൻ്റെ നേതാക്കൾ ഇവിടെ വന്ന് MLA-മാരുടെ അഭിപ്രായം കൂടി എടുത്തിട്ട്, അത് ഞാൻ അടിവരയിട്ട് പറയുന്നു, എടുത്തിട്ട് ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും. പ്രതിപക്ഷ നേതാവ് ആകില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആകില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അവിടെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. കാര്യം മുഖ്യമന്ത്രി, ഇതിനിപ്പോൾ കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രിയാകാൻ അർഹരായ ഒന്നിലധികം നേതാക്കന്മാരുണ്ട്. മനസ്സിലായല്ലോ, ഒന്നിലധികം നേതാക്കന്മാരുണ്ട്. അപ്പോൾ MLA-മാരുടെ അഭിപ്രായം എടുത്തിട്ട് MLA-മാരുടെ അഭിപ്രായം കൂടെ എടുക്കണം. ഇപ്പോൾ MLA-മാരും ആയിട്ടില്ല. അപ്പോൾ ഹൈക്കമാൻഡ് നേരത്തെ, ഞാൻ ചോദിക്കട്ടെ, ഹൈക്കമാൻഡ് നേരത്തെ ഒരാളെ മുഖ്യമന്ത്രിയാണെന്ന് പ്രഖ്യാപിച്ചാൽ അത് ജനാധിപത്യമാണ്. അത് ജനാധിപത്യമാണോ? അതിൽ ഞാനിപ്പം ചോദിക്കാം, യഥാർത്ഥത്തിലുണ്ടല്ലോ, ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, CPM ചെയ്ത് ജനാധിപത്യമാണോ? യഥാർത്ഥ ജനാധിപത്യം എന്തുവാ? CPM-ൻ്റെ MLA-മാർ കൂടി ആരാണ് ലീഡറിനെ തിരഞ്ഞെടുക്കുന്നതാണോ ജനാധിപത്യം? പറയട്ടെ. അല്ല, നയിക്കുന്ന ഓക്കെ, അല്ലല്ല, അത് ഞാൻ എഗ്രി ചെയ്യുന്നു. അതിനകത്തൊരു തടസ്സമില്ല. പക്ഷെങ്കിൽ അതിന് ഞങ്ങൾ നയിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നിങ്ങൾ നയിക്കുന്ന ആളായിട്ടല്ല, മൂന്നാം പിണറായിയുടെ മൂന്നാം ഊഴം എന്നാണ് പറയുന്നത്. എന്ന് പറയാൻ മുഖ്യമന്ത്രി പിണറായി ആണെന്ന് നേരത്തെ തീരുമാനിച്ചിരിക്കുന്നത്, അതാണ് ജനാധിപത്യമില്ലായ്മ. അല്ലാതെ യഥാർത്ഥത്തിൽ ഒരു തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഒരു സംസ്ഥാനത്തും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആദ്യം പ്രഖ്യാപിക്കില്ല. ഒരു തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു ട്രഡീഷൻ. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് എന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയല്ല. ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ, റെപ്രസെൻറ്റേറ്റീവ്സ് വന്ന് MLA-മാരോട് ഞാൻ ഈ ജോലിക്ക് വേണ്ടി പോയിട്ടുണ്ട്, ഓരോ MLA-മാരോടും സംസാരിച്ചിട്ട് അവരുടെ വ്യൂ എല്ലാം എടുത്തിട്ട് MLA-മാരുടെ ഒരു കൺസെൻസസ് ഉണ്ടാക്കിയിട്ട് ആണ് ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ആ രീതിയിൽ തന്നെ, അതാണ് കോൺഗ്രസിൻ്റെ രീതി. ഇവിടെ ഇപ്പോഴും ആ രീതിയാണ്. ആ രീതിക്ക് മാറ്റം വരേണ്ട ഒരാവശ്യവും ഇല്ല. അതേസമയം താൻ മുഖ്യമന്ത്രിയാകുമെന്ന അഭിപ്രായ പ്രകടനങ്ങളിൽ പ്രതികരിക്കാതെയാണ് രമേശ് ചെന്നിത്തല ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ ചർച്ചയാക്കേണ്ട സാഹചര്യമില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി. ഇതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് വരിക, കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം ഒരു പുതിയ ഗവൺമെന്റ് വരിക എന്നുള്ളതാണ്. അല്ല, വേറെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതേസമയം പി ജെ കുര്യന് മറുപടിയുമായി വി ഡി സതീശൻ രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം UDF മുഖ്യമന്ത്രിയെ തീരുമാനിക്കും, മറ്റു ചർച്ചകളില്ലെന്നും സതീശൻ പറഞ്ഞു. അതൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളവർ ഒരു ചർച്ചയും കോൺഗ്രസിലില്ല, ഒരു ചർച്ചയില്ല. കാരണം മുതിർന്ന നേതാക്കന്മാർ തമ്മിൽ കൃത്യമായ ധാരണയുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെലങ്കാനയിലും കർണാടകത്തിലും ചെയ്തതുപോലെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് വരുന്നത്.
വി.ഡി. സതീശനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് വൃത്തികേടും വിളിച്ചു പറയുന്ന ഗൂഢസംഘത്തെ പ്രോത്സാഹിപ്പിച്ച ആളാണ് വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവിന്റെ അനുയായികൾക്കെതിരെ ആരോപണം വന്നപ്പോൾ ഇരകളെ അധിക്ഷേപിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ കൂടി അനുമതിയോടുകൂടിയാണ് നടന്നത്. അദ്ദേഹം ഉപദേശിക്കുമ്പോൾ ജനം അതിനെ ഉൾച്ചിരിയോടെയാണ് കാണുക എന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. അദ്ദേഹത്തിന്റെ നല്ല സ്വഭാവത്തോടുകൂടിയുള്ള ഒരു അനുയായി ഉണ്ടായിരുന്നു. ആ അനുയായിയെ കയ്യോടെ പിടികൂടപ്പെട്ടപ്പോൾ ദുരനുഭവമുള്ള യുവതികൾ പരാതി കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്നപ്പോൾ ആ ഇരകളെ എത്ര വൃത്തികെട്ട ഭാഷയിലാണ് ആക്ഷേപിക്കാൻ തയ്യാറായത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ കൂടി ആശീർവാദത്തോടുകൂടിയല്ലേ നടന്നത്. സ്വന്തം അനുയായികളോട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ കഴിയും. ഇവിടെ പോയി സാംസ്കാരിക ബോധമാക്കുക, എന്ത് വൃത്തികേടും വിളിച്ചു പറയുന്ന ആ ഒരു ഗൂഢസംഘത്തെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിച്ചു വിടുന്ന നിലയല്ലേ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത്. അദ്ദേഹം ഉപദേശിക്കാൻ വരുമ്പോൾ കേരളം നല്ലതുപോലെ ഉച്ചിരിയോടി അതിനെ കാണും. കാരണം ഇതാണ് കോൺഗ്രസ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവെന്ന് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കനല്ല ഇരട്ടത്താപ്പനെന്നാണ് വി.ഡി. സതീശന്റെ മറുപടി. അവൾക്കൊപ്പം എന്നെഴുതിയ ചായക്കപ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി അവന്മാർക്കൊപ്പമാണ്. പാലക്കാട് ബി.ജെ.പി. CPM ഡീലുണ്ട്. ബി.ജെ.പിയും CPM-ഉം പരസ്പരം പുറം ചൊറിഞ്ഞു കൊടുക്കുകയാണ്. ഈ ഡീൽ കോൺഗ്രസ് പൊളിക്കുമെന്നും സതീശൻ പറഞ്ഞു. കൂടും കുടുക്കയും തയ്യാറാക്കി ഭാണ്ഡം കെട്ടിവെക്കാൻ സതീശനോട് ബിനോയ് വിശ്വം. 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് സതീശൻ പറഞ്ഞു. കനകോലുവിനെ കേട്ടുകൊണ്ട് ഇതുപോലൊരു അബദ്ധം പറയാൻ പാടില്ലായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. 100-ൽ പരം സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം മതിയാക്കും. അദ്ദേഹത്തിന്റെ വാക്കാണ്. അവിടെ തീർന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വനവാസത്തിന് പോകും. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഞാൻ ആവർത്തിക്കുന്നു, ലവലേശം ബുദ്ധിയില്ലാത്തവർക്ക് 2ാം വട്ടവും ഈ അവസ്ഥ പറയാൻ പറ്റും. കനകോലുവിനെ കാത്തുകൊണ്ടും കേട്ടുകൊണ്ടും ഇതുപോലെ അബദ്ധം പറയുന്ന ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടി താഴ്ന്നു പോകാൻ പാടില്ലായിരുന്നു. പക്ഷെ താഴ്ന്നു പോയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്നേഹപൂർവ്വം പറയുകയാണ്, പ്രതിപക്ഷ നേതാവ് അടിയന്തരമായും കൂടും കുടുക്കയും തയ്യാറാക്കി വെക്കണം. ഭാണ്ഡം കെട്ടിവെക്കണം. ഫലം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞ വാക്ക് പാലിക്കുമെങ്കിൽ പോകേണ്ടി വരും വനവാസത്തിന്. വസ്തുത മറച്ചുവെച്ച് സർക്കാരിനെ എതിർക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ലെന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷം പ്രൊഫഷണൽ ഏജൻസികളെ വെച്ച് നുണ പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. സാധാരണ തെരഞ്ഞെടുപ്പാകുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് വിമർശനപരമായി അവതരിപ്പിക്കുകയാണല്ലോ. പക്ഷെ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിൽ അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാൻ അവർക്ക് കഴിയുന്നില്ല. വസ്തുത വെച്ചുകൊണ്ട് ഗവൺമെന്റ് എതിർക്കാൻ കഴിയില്ല. എന്നാൽ ഗവൺമെന്റ് എതിർക്കുന്നില്ലേ, അതിന് നുണകളെയാണ് ആശ്രയിക്കുന്നത്. നല്ല തരത്തിൽ പ്രൊഫഷണൽ ഏജൻസികളെ വെച്ച് നുണ പടച്ചു വിടുകയാണ്. അതിന്റെ ഭാഗമായുള്ള പ്രചരണങ്ങൾ പല രീതിയിൽ നടക്കുന്നത്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കുറവുകളോ പോരായ്മകളോ അല്ല, നുണകളെ ആശ്രയിച്ചാണ് ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നത്. വി.ഡി. സതീശനെ പുകഴ്ത്തി P.K. ശശി. മികച്ച നേതാവാണ് പ്രതിപക്ഷ നേതാവ്. ഏറ്റവും കൂടുതൽ സതീശനെ ബഹുമാനിക്കുന്നുവെന്നും ശശി പറഞ്ഞു. ഒറ്റപ്പാലത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വി.ഡി. സതീശൻ, ഞാൻ ബഹുമാനപൂർവ്വം സതീശൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് എനിക്ക് വളരെ നിർബന്ധമായി. ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട ആദ്യത്തെ കാര്യം, സതീശൻ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വരുമോ എന്നാണ് ഞാൻ ചോദിച്ചത്.
അപ്പുറവും ഇപ്പുറവും നിൽക്കുമ്പോഴും എനിക്ക് ഏറെ മതിപ്പുണ്ടായ ഒരു നേതാവാണ്. എനിക്ക് ഏറെ വലിയ മതിപ്പുണ്ടായ ഒരു നേതാവാണ്. പലപ്പോഴും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഈ മനുഷ്യന്റെ കയ്യിൽ എപ്പോഴും ഒരു പുസ്തകം ഉണ്ടാവും, എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുക. പഠനവും വായനയും എന്റെയും ഒരു ദൗത്യം. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മനുഷ്യനെ ഭയങ്കര ഇഷ്ടമാണ്. നിയമസഭയിൽ അദ്ദേഹം ഓരോ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഞാൻ ഭരണപക്ഷ ബെഞ്ചിലാണെങ്കിലും അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ ഭാഗത്താണെങ്കിലും ശരി, അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും സശ്രദ്ധം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ടാണ്. ഇതിനിടെ രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനം മാറ്റിവെച്ചു. സോണിയാഗാന്ധിക്ക് ആരോഗ്യ പ്രശ്നമുള്ളത് കണക്കിലെടുത്താണ് മാറ്റിയത്. പകരം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്കാണ് കോഴിക്കോട് ബീച്ചിൽ പൊതുയോഗം നടക്കുന്നത്. അനീഷ് കുമാറുണ്ട്. അനീഷ്, ഇന്നലെ മുതൽ തന്നെ സോണിയാഗാന്ധിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആശുപത്രിയിൽ ഒപ്പമുണ്ട്. ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? രഞ്ജിത്ത്, രാവിലെ മുതൽ തന്നെ ഒരു ആശങ്കയുണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും എത്തുമെന്നത് സംബന്ധിച്ച്. എന്തായാലും സോണിയാഗാന്ധി ആശുപത്രിയിൽ തുടരുന്ന സാഹചര്യത്തിൽ അവരോടൊപ്പമാണ് ഇരുവരും ഉള്ളത്. അവിടെ ഒന്നും മാറി നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പരിപാടികൾ രണ്ടുപേരും തൽക്കാലം ഉപേക്ഷിക്കുന്നു എന്ന വിവരമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ലഭിച്ചിരിക്കുന്നത്. പകരം AICC പ്രസിഡന്റായ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നത്തെ ഈ മഹാറാലിയിൽ പങ്കെടുക്കും. വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ രാഹുൽ ഗാന്ധിയുടെ വരവിനായി കോഴിക്കോട് നടത്തിയിരുന്നത്. പ്രത്യേകിച്ചും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണം വളരെ ഊർജിതമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. സ്ഥാനാർത്ഥി നിർണയമൊക്കെ കഴിഞ്ഞ് UDF സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിൽ ഇറങ്ങി വലിയ പ്രചരണം ആരംഭിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ പ്രചരണങ്ങൾക്കൊരു ആവേശം പകരും എന്ന രീതിയിൽ തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തെ കണക്കുകൂട്ടിയിരുന്നത്. ഈ മലബാർ മേഖലയിലെ സ്ഥാനാർത്ഥികളെല്ലാം പങ്കെടുക്കുന്ന ഒരു മഹാറാലി എന്ന രീതിയിലുമാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത്. എന്തായാലും ആ പരിപാടിയാണ് താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേരത്തെ പുറത്തിറക്കിയ ഗ്യാരണ്ടി കാർഡ് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വളരെ വിശദമായ ഒരു പ്രസന്റേഷനൊക്കെ ഉണ്ടാവുമായിരുന്നു. ഒപ്പം ചില സർപ്രൈസുകളും ചില അത്ഭുതങ്ങളും ഒക്കെ കരുതി വെച്ചിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും അക്കാര്യങ്ങളിൽ ആ സർപ്രൈസുകൾ ഇന്നത്തെ ഈ മഹാറാലിയിൽ രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിലും ഉണ്ടാവുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആരോഗ്യനില മെച്ചപ്പെടുന്നതനുസരിച്ച് വരും ദിവസങ്ങളിൽ കേരളത്തിലെ മറ്റു പരിപാടികളിൽ പങ്കെടുക്കും. ഒപ്പം സമയക്രമം ശരിയാവുകയാണെങ്കിൽ കോഴിക്കോട് വീണ്ടും ഒരു പക്ഷേ രാഹുൽ ഗാന്ധി എത്താനുള്ള സാധ്യതകളും ഉണ്ട് എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ശരി, അനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുഖ്യമന്ത്രി പ്രസംഗിക്കവേ കൈയടിച്ചവരെയും മുദ്രാവാക്യം വിളിച്ചവരെയും ശാസിച്ച് പിണറായി വിജയൻ. ശബ്ദമുയർന്നതോടെ കൂടുതൽ ഒച്ച വച്ചാൽ പ്രസംഗം നിർത്തുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ശാസന. ഇതോടെ എല്ലാവരും നിശബ്ദരായി. ശാശ്വത പരിഹാരം ആയി എന്നതിൽ ഇടുക്കിയിലുള്ള ജനങ്ങളാകെ നല്ല രീതിയിൽ കാര്യങ്ങൾ എടുത്തിരിക്കുന്നുവെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അനുഭവിക്കുന്ന ജനങ്ങളോട് എന്തിനാണ് LDF എന്ന് ചോദിച്ചാൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെയാണ് LDF എന്ന് മറുപടി ജനങ്ങൾ തന്നെ പറയുന്ന സ്ഥിതിയാണ്. നമ്മുടെ നിങ്ങൾ അധികം വെച്ചുണ്ടാക്കിയാൽ ഞാൻ വർത്താനം വേഗം നിർത്തും കേട്ടോ. ശാശ്വത പരിഹാരം. കഴിഞ്ഞ ദിവസം കോന്നിയിലെ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കവേ ചോദ്യം ചോദിക്കാൻ ശ്രമിച്ചയാളോട് വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പറഞ്ഞതും വിവാദമായിരുന്നു. TK ഗോവിന്ദനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. TK ഗോവിന്ദൻ വർഗവഞ്ചകനാണ്. PK ശ്യാമളയ്ക്ക് സീറ്റ് നൽകിയത് താൻ കൂടി അറിഞ്ഞാണ്. തീരുമാനങ്ങൾക്ക് തന്റെ അറിവില്ല എന്നത് വസ്തുതയല്ല. തീരുമാനമെടുത്ത കമ്മിറ്റികളിൽ താനും ഉണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ തീരുമാനത്തിന് എൻ്റെ അംഗീകാരമില്ല എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തെറ്റായ കാര്യമാണ്. കാരണം എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത്, അവസാന തീരുമാനം എടുക്കുന്നത് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. അതിൻ്റെ ഭാഗമായുള്ള ആലോചനകളെല്ലാം ഞാനും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇത്തരം ആൾക്കാരുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്തില്ല. അവർ
തീർത്തും അവസരവാദപരമായ നിലപാട് സ്വീകരിച്ചതാണ്, വർഗവഞ്ചന കാണിച്ചതാണ്, അവരെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്ന നിലയാണ് ആ മണ്ഡലം സ്വീകരിക്കുക. ഏത് മണ്ഡലമായാലും ആ മണ്ഡലം സ്വീകരിക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ബിനോയ് വിശ്വം, രാജീവ് ചന്ദ്രശേഖരന്റെയും വി ഡി സതീശന്റെയും പത്രികകൾ സ്വീകരിച്ചത് ചട്ടവിരുദ്ധമാണ്. ഇരുവരും സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരം മറച്ചുവെച്ചു. എല്ലാ കാലത്തും BJPയുമായി ചങ്ങാത്തം കൂടുന്നയാളാണ് സതീശൻ. സതീശന്റെ നോമിനേഷനിലും നിരവധി അപാകതകളുണ്ട് എന്നും ബിനോയ് വിശ്വം ആരോപിച്ചു. കേരളത്തിലെ മത്സരരംഗത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട ശക്തികൾ, രണ്ട് വലതുപക്ഷ പാർട്ടികൾ, എല്ലാ തരത്തിലും ഡീൽ ഉറപ്പിച്ചവർ, അവർ ആ കാര്യത്തിലും കൃത്രിമം കാണിച്ചിരിക്കുന്നു. ഒന്ന്, BJP അധ്യക്ഷൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരം ഫോം 26 എഴുതിയപ്പോൾ സത്യങ്ങൾ മൂടി വയ്ക്കപ്പെട്ടിരിക്കുന്നു, വസ്തുതകളെ ഒളിച്ചു വച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ 200 കോടി രൂപ മൂല്യമുള്ള സ്വത്തുക്കളെപ്പറ്റി അതിനകത്ത് മൗനം പാലിച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് അദ്ദേഹമാണ് BJP പ്രസിഡന്റ്, അവരാണ് ഡീലിന്റെ ഒരു ഭാഗത്തുള്ളത്. മറുഭാഗത്തുള്ളതാരാ? എല്ലാ രാഷ്ട്രീയ ഡീലിന്റെയും കാര്യം വരുമ്പോഴെല്ലാം BJPയുമായി ചങ്ങാത്തം കൂടൽ ഒരു കലയാക്കി മാറ്റിയ കോൺഗ്രസ് നേതാവായിട്ടുള്ള സാക്ഷാൽ ശ്രീ വി ഡി സതീശനാണ്. സതീശന്റെ നോമിനേഷനിലുമുണ്ട് ഒരുപാട് പാളിച്ചകൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വേദിയിൽ വിതുമ്പി കായംകുളത്തെ UDF സ്ഥാനാർത്ഥി M. ലിജു 3 തവണയും പരാജയപ്പെട്ടു. അതുകൊണ്ട് ഒരവസരം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ലിജു വിതുമ്പിയത്. കൃത്യമായി പറയാൻ സാധിക്കും. ഒരാളെയും സത്യസന്ധമായിട്ടല്ലാതെ അഴിമതി നടത്തിയിട്ടില്ല എന്ന് കൃത്യമായി പറയാൻ സാധിക്കും. ഇതല്ലേ എനിക്ക് ചെയ്യാൻ സാധിക്കൂ. തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയുടെയും മുന്നണിയുടെയും സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഇങ്ങനെ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമ്മൾ പരാജയപ്പെടുമ്പോൾ, എതിരാളികൾ നമ്മളെ ആക്ഷേപിക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോഴൊക്കെ തന്നെ പരാജയപ്പെട്ട ഒരാൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം കീറി മുറിക്കപ്പെടുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഞാൻ അതിൻ്റെ പേരിൽ ക്ഷോഭിച്ചിട്ടില്ല, ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒന്ന്, തീർച്ചയായിട്ടും ജനവും ജനാധിപത്യവും ശരിയാണ്. ഞാൻ കൂടുതൽ മെച്ചപ്പെടണമായിരിക്കും. 31-ാം വയസ്സിൽ ആദ്യമായി അമ്പലപ്പുഴയിൽ നിന്നും CG സുധാകരനെതിരെ മത്സരിക്കുമ്പോൾ ഞാൻ പരാജയപ്പെടുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ചിലപ്പോൾ എന്നേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥി അപ്പുറത്തുണ്ട്, മികച്ചൊരു വ്യക്തി അപ്പുറത്തുണ്ട്, ഞാൻ കൂടുതൽ മെച്ചപ്പെടണമായിരിക്കും, ദൈവം അതായിരിക്കും എനിക്ക് കൂടുതൽ പഠിക്കാനുള്ള അവസരം നൽകി. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെടുമ്പോൾ ഞാൻ അങ്ങനെയാണ് കരുതിയത്, ഞാൻ കൂടുതൽ മെച്ചപ്പെടാനുണ്ട്, എനിക്ക് കൂടുതൽ മെച്ചപ്പെടാനുണ്ട്, ജനങ്ങളുമായുള്ള എൻ്റെ ബന്ധം കൂടുതൽ മെച്ചപ്പെടാനുണ്ട്, ഈ നാടിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കാനുണ്ട്, ഈ നാടിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കാനുണ്ട്. അത്തരമൊരു അവസരമായിട്ടാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളത്. ഞാൻ പരാജയപ്പെട്ടത് ഒരിക്കലും മറ്റാരുടെയെങ്കിലും തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ആരെയും കുറ്റപ്പെടുന്നതിനപ്പുറത്ത് മെച്ചപ്പെടാനുള്ളൊരു അവസരം ദൈവം എനിക്ക് ജനങ്ങളെ സേവിക്കുവാൻ അധികാരമെന്ന സ്ഥാനത്തിനപ്പുറത്ത് അത്തരമൊരു സ്ഥാനങ്ങളിൽ ഇരുന്ന് സേവിക്കാൻ അവസരമുണ്ടെങ്കിൽ എന്നെ തേടിയെത്തുമെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. അല്ലാതെ മറ്റൊരു തരത്തിലല്ല ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഇതെൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ 4ാമത്തെ മത്സരമാണ്. 3 തവണയും ഞാൻ പരാജയപ്പെട്ടു. ഒരിക്കൽ കൂടി ജനസമക്ഷം നിൽക്കുന്നു. ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് എനിക്കൊരവസരം നൽകണമെന്നാണ്. ഒരവസരം നൽകണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശവുമായി കായംകുളം UDF നിയോജക മണ്ഡലം കൺവീനർ A. ഇർഷാദ്. കായംകുളത്ത് ഇന്നലെ നടന്ന കൺവെൻഷനിലായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് A. ഇർഷാദിന്റെ വ്യക്തി അധിക്ഷേപവും സ്ത്രീവിരുദ്ധ പരാമർശവും. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ നാക്ക് ചാതുരി കൊണ്ടും ശരീര അഴവ് കൊണ്ടും അതൊക്കെ തന്നെ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന ആക്കി വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. MK മുനീറിന്റെ വായ്പ അടച്ചു തീർത്തു. 48 ലക്ഷം രൂപയുടെ വായ്പയാണ് അടച്ചു തീർത്തത്. മുസ്ലിം ലീഗ് നേതൃത്വം കാലിക്കറ്റ് ടൗൺ സഹകരണ ബാങ്കിൽ കാശ് അടയ്ക്കുകയായിരുന്നു. ഇതുവരെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ.
അവരുടെ കുഴപ്പമല്ലല്ലോ. ഞാനത് പറയാതിരുന്നതാണ്, കാരണം പാർട്ടിയെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള നിലയ്ക്ക്. പക്ഷേ ഇപ്പോൾ പാർട്ടി ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അവരെന്നെ രണ്ടുപേരും വിളിച്ചിരുന്നു. ഇന്നലെ രാത്രി തന്നെ കുഞ്ഞാലിക്കുട്ടി സായി വിളിച്ചു, പിന്നെ തങ്ങൾ വിളിച്ചു, എല്ലാവരും വിളിച്ചിരുന്നു. കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി നിങ്ങൾ നീ പ്രയാസപ്പെടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് പാർട്ടി എന്തോ ആലോചിക്കുന്നുണ്ടാവുമല്ലോ. എന്തായാലും തീർച്ചയായിട്ടും അത്തരം ഘട്ടങ്ങളിൽ എനിക്ക് എപ്പോഴും തുണ എന്ന് പറയുന്ന പാർട്ടി തന്നെയല്ലേ. കാരണം ഇത്രയും കാലം എനിക്ക് MLA എന്നുള്ള നിലക്കും മന്ത്രി എന്നുള്ള നിലക്കും ഒക്കെയുള്ള സാലറി കിട്ടിയിട്ടുള്ളത് പാർട്ടിയെ കൊണ്ടല്ലേ. അപ്പോൾ എന്നെ എൻ്റെ പിതാവിന് ശേഷം എന്നെ സംരക്ഷിച്ച് വന്നിട്ടുള്ളത് എൻ്റെ പാർട്ടിയാണ്. അപ്പോൾ കാര്യങ്ങൾ പാർട്ടിയോട് പറയേണ്ടതായിരുന്നു. പക്ഷേ ഇതൊരു വ്യക്തിപരമായ പിന്നെ ലോണ് ഞാൻ എടുത്തതുകൊണ്ട് പിന്നെ പാർട്ടിയെ അതിൽ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ നിലപാട്. MS സനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ് പാർട്ടി അറിയിച്ചിരുന്നില്ല, പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രയാസമൊക്കെ പങ്കുവച്ചിരുന്നു. നമുക്കറിയാം മുസ്ലിം ലീഗിന് ഏറെ വൈകാരികമായ ബന്ധമുള്ള ഒരു വീടാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാനുണ്ട്. അത് പൂർണ്ണമായും പാർട്ടി അംഗീകരിക്കുകയായിരുന്നു അല്ലേ? തീർച്ചയായും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് എന്റെ പിതാവ് മരിച്ച ശേഷം എന്നെ സംരക്ഷിച്ചത് പാർട്ടിയാണ്. MLA എന്ന രീതിയിലും മന്ത്രി എന്ന രീതിയിലുമൊക്കെ ഉള്ള ശമ്പളം എനിക്ക് നൽകിയത്, എനിക്ക് ജീവിക്കാൻ ഒരു മാർഗം ഒരുക്കിയതും പാർട്ടിയാണ്. അതുകൊണ്ട് പാർട്ടി തന്നെ സംരക്ഷിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ വ്യക്തിപരമായ വീട് മോടി പിടിപ്പിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി എടുത്ത ഒരു വായ്പ ആയതുകൊണ്ട് തന്നെ അത് അടച്ചു തീർക്കാൻ പാർട്ടിയോട് പറയാൻ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത വിധം കടം വരികയും ഈ 31-നുള്ളിൽ കടം അടച്ചില്ലെങ്കിൽ ജപ്തി അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറെ വൈകാരികമായി സംസാരിക്കുന്ന ഒരു MK മുനീറിനെ നമ്മൾ കണ്ടു. വർഷങ്ങളോളം കേരളത്തിൽ MLA-യും മന്ത്രിയും ഒക്കെ ആയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സ്വന്തമായ പേരിലെടുത്ത ഒരു വായ്പ അടയ്ക്കാൻ പോലും കഴിയാത്ത വിധം ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് നീങ്ങിയപ്പോൾ അത് വലിയ വൈകാരിക രംഗങ്ങൾ സൃഷ്ടിച്ചു. സമൂഹ മാധ്യമങ്ങളിലടക്കം ലീഗ് പ്രവർത്തകർ വലിയ തോതിൽ അദ്ദേഹത്തെ സഹായിക്കാനായി രംഗത്ത് മുന്നോട്ട് വരുന്ന കാഴ്ച കണ്ടു. ഒപ്പം വ്യവസായ പ്രമുഖരായ ആളുകളൊക്കെ അടക്കം പലരും വ്യക്തിപരമായി സഹായിക്കാമെന്ന വാഗ്ദാനവുമായൊക്കെ മുന്നോട്ട് വരികയും ചെയ്തു. പക്ഷേ അത്തരത്തിൽ വ്യക്തിപരമായ വാഗ്ദാനങ്ങളൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല. പാർട്ടി നേതാക്കൾ ആദ്യഘട്ടം മുതൽ തന്നെ അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഇന്നലെ പാണക്കാട് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ MK മുനീറിന്റെ ഫോണിൽ ബന്ധപ്പെട്ടു. നോർത്തിലെ സ്ഥാനാർത്ഥി അടക്കം അല്ലെങ്കിൽ സൗത്തിലെ സ്ഥാനാർത്ഥി ഫൈസൽ ബാബു അടക്കം ആ വീട് തങ്ങളുടെ വീട് കൂടിയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി രാവിലെ അദ്ദേഹം സംസാരിച്ച് അല്പ സമയം കഴിഞ്ഞപ്പോഴാണ് കാലിക്കറ്റ് ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ ഈ മുഴുവൻ തുകയും 48 ലക്ഷത്തിന് അടുത്തുള്ള തുക ആ അക്കൗണ്ടിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ വീടിന്റെ ആധാരമടക്കമുള്ള സാമഗ്രികൾ മറ്റ് നിയമ നടപടികളൊക്കെ അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളൊക്കെ പൂർത്തിയാക്കുമ്പോൾ ലഭ്യമാവും. എന്തായാലും ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അദ്ദേഹത്തെ പാർട്ടി സഹായിച്ചിരിക്കുന്നു. പാർട്ടി കൈവിടില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അക്ഷരം പ്രതി പാലിക്കപ്പെട്ടിരിക്കുന്നു. മുസ്ലിം ലീഗ് ഒരു വല്ലാത്ത ഘട്ടത്തിൽ അദ്ദേഹത്തിന് സഹായമായി എത്തിയിരിക്കുന്നു. എന്തായാലും നേരത്തെ കാലിക്കറ്റ് കോഴിക്കോട് സൗത്തിൽ അദ്ദേഹം മത്സരിക്കുമെന്നൊക്കെയുള്ള ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. കൊടുവള്ളിയിലെ MLA ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം ഒരു ദിവസങ്ങളോളം തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് കടന്ന ശേഷമാണ് അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്ത് വന്നത്. ഇപ്പോഴും പൂർണ്ണ ഒരു ആരോഗ്യവാനാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ പ്രചാരണത്തിലൊക്കെ അടക്കം ഈ ചൂടുകാലത്ത് ഇറങ്ങാൻ കഴിയാത്തതുകൊണ്ടൊക്കെ കൂടിയാവാം സ്ഥാനാർത്ഥിയിൽ നിന്നും ഇത്തവണ മാറ്റി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതിനൊക്കെ അപ്പുറം കൃത്യമായ ഒരു പാർട്ടി എന്ന രീതിയിലുള്ള ഇടപെടൽ മുസ്ലിം ലീഗ് കൈക്കൊണ്ടിരിക്കുന്നു. ഇനി സ്വസ്ഥമായി കടക്കാരെ ഭയക്കാതെ MK മുനീറിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിയാം. പിതാവിന്റെ ഓർമ്മകളൊക്കെ ഉള്ള വീട് നഷ്ടപ്പെടുമെന്ന ആശങ്കയും ഇനി ആവശ്യമില്ല. MS സനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. എറണാകുളം മണ്ഡലം കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയാണെന്ന് UDF സ്ഥാനാർത്ഥി TK വിനോദ്. വിജയത്തിനെ കുറിച്ച് സംശയമില്ല. മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി സാബു ജോർജ് കോളേജ് മുതൽ സുഹൃത്താണ്. കേരളത്തിൽ UDF അനുകൂല തരംഗമാണ് എന്നും 14 മണ്ഡലങ്ങളിലും കോൺഗ്രസ് ജയിക്കുമെന്നും വിനോദ് ന്യൂസ് 18നോട് പറഞ്ഞു. എറണാകുളം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി TJ വിനോദാണ് എന്നോടൊപ്പം ചേരുന്നത്. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പ്രചാരണങ്ങളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് എത്തിയല്ലേ? പ്രചാരണം എൻ്റെ ലാസ്റ്റ് ഉണ്ടാണ്. ഇന്ന് പോലെ എൻ്റെ വാഹന പ്രചരണം ആരംഭിക്കുകയാണ്. ഇന്ന് 3 മണിക്ക് വടതലയിലാണ്. രാവിലെ ഉള്ള സമയത്ത് 4 ഡിവിഷനാണ് ഇവിടെയുള്ള. 4 ഡിവിഷനിലും ഓരോ മണിക്കൂർ ഇടവിട്ട് ഞങ്ങൾ വീടുകൾ കയറിക്കൊണ്ടിരിക്കും. 3ാമത്തെ തവണയാണ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ തവണത്തെ 2 തവണത്തെ ഉണ്ടായ വിജയം
ഇത്തവണയും ആവർത്തിക്കുമെന്ന് തന്നെയല്ലേ പ്രതീക്ഷ? ഒരു സംശയം വേണ്ട. എറണാകുളം നിയോജകമണ്ഡലം കോൺഗ്രസിനെയും UDF-നെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രവർത്തകരുള്ള ഒരു പൊന്നാമരം കോട്ടയാണ്. കോൺഗ്രസ് അനുഭാവികളും കോൺഗ്രസിനെ വോട്ട് ചെയ്യുന്ന ജനവിഭാഗവും താമസിക്കുന്ന ഒരു നിയോജകമണ്ഡലം. അതുകൊണ്ട് വിജയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. ഇതിൻ്റെ എതിർ സ്ഥാനാർത്ഥി LDF-ൻ്റെ സ്ഥാനാർത്ഥി സാബു ജോർജ്, നിങ്ങൾ കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരാണ്. അതിനുശേഷം ഒരു തവണ നേർക്കുനേർ പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുമുണ്ട്. വീണ്ടും അതേ സ്ഥാനാർത്ഥി തന്നെ എതിരായിട്ട് വരുമ്പോൾ ആ ഒരു അനുഭവം കൂടി എങ്ങനെയാണ്? അല്ല, തീർച്ചയായും അതൊന്നും നമ്മളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പുള്ളി അവിടെ കോളേജിലുണ്ടായിരുന്നു. ഞാൻ ചെയർമാനും പുള്ളി കോളേജുടെയും ഭാരവാഹിയായിരുന്നു. പിന്നീട് ഞങ്ങൾ കോർപ്പറേഷനിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2010 ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചു. അന്ന് ഞാൻ ജയിച്ചു. ആ വിജയം ഈ വർഷവും ആവർത്തിക്കും. എറണാകുളം ജില്ലയിലെ ബാക്കി മണ്ഡലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 14 മണ്ഡലങ്ങളിലും കോൺഗ്രസിന് നല്ല മേൽക്കൈയുള്ള മണ്ഡലങ്ങളാണെങ്കിൽ പോലും കഴിഞ്ഞ തവണയൊക്കെ അല്പം കൈവിട്ടു പോയ അവസ്ഥയാണ്. ഇതെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ട്. അല്ല, കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടായപ്പോഴും 9 സീറ്റ് UDF നിലനിർത്തിയത്. ഇത്തവണ നമുക്കറിയാം കേരളത്തിൽ UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം കേരളത്തിൽ നിൽക്കുക. കാരണം കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന ഈ ഗവൺമെൻറ് മാറണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് 14 സീറ്റും ഈ ജില്ലയിൽ ജയിക്കും. ഈ തെരഞ്ഞെടുപ്പ് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. ചില പിണക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഫലം വരുമ്പോൾ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് തോന്നുന്നുണ്ട്? ഒരിക്കലുമില്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് ജനാധിപത്യ പാർട്ടിയാണ്. അഭിപ്രായങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവരെല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന സാഹചര്യം. നമ്മളെക്കാൾ എത്രയോ ഭിന്ന സ്വരങ്ങളാണ് CPM-ൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന. ഓരോ ദിവസവും എത്ര സ്ഥാനാർത്ഥികളാണ് അവർ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ UDF-ൻ്റെ പിന്തുണയോടെ CPM-ൻ്റെ കറതീർന്ന ആളുകൾ മത്സരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അതിലൊന്നും ഒരു ബേജാറുമില്ല. ഞങ്ങളെല്ലാം വളരെ സംതൃപ്തിയോടെ മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പോൾ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കാമോ? അല്ല, ഇതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഞാൻ എങ്ങനെ മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കണ ഞാൻ പറയണ എങ്ങനെ, ഇതൊക്കെ കോൺഗ്രസ് എന്ന് പറയുന്നൊരു വലിയ പ്രസ്ഥാനമാണ്. അതിൽ കോൺഗ്രസിൻ്റെ KPC നേതൃത്വമുണ്ട്, ഹൈക്കമാൻഡുണ്ട്. അവരാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അതിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും നമുക്കില്ല. എന്തായാലും TJ വിനോദാണ് പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിലാണ് അദ്ദേഹം. വീടുകൾ കയറി പ്രവർത്തകരെ, വോട്ടർമാരെ അഭിസംബോധന ചെയ്ത് വോട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. എറണാകുളം ജില്ലയിലെ ഇത് 3ാമത്തെ തവണയാണ് അദ്ദേഹം പ്രതിനിധീകരിച്ച് എത്തുന്നത്. എന്തായാലും ഇത്തവണയും വിജയം പ്രതീക്ഷയോട് കൂടി തന്നെയാണ് അദ്ദേഹം കാത്തിരിക്കുന്നത്. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. പുനലൂർ നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി C. അജയപ്രസാദ് 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് പ്രവേശിച്ചു. കഴിഞ്ഞ 6 ടേമുകളിലായി പുനലൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുമുന്നണിയാണ് വിജയിക്കുന്നത്. ഇക്കുറിയും അത് തുടരും എന്ന വിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി. പുനലൂർ നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി C. അജയപ്രസാദാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. കഴിഞ്ഞ 6 ടേമുകളിലായി പുനലൂർ നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ ഭദ്രമാണ്. ഇക്കുറി വീണ്ടും അംഗത്തിനെത്തിയിരിക്കുന്ന അജയപ്രസാദുമായി നമുക്കൽപ്പം കാര്യങ്ങൾ. പുനലൂർ മണ്ഡലത്തിൽ ഒരു 2 റൗണ്ടോളം പ്രചരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായപ്പോൾ എങ്ങനെയാണ് മണ്ഡലത്തെ നോക്കുന്നത്? ഓരോ റൗണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾ കഴിയുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത്. ജനങ്ങളെല്ലാം വളരെ കാര്യമായി അവരുടെ എത്രയോ കാലമായി അവരെല്ലാം ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരാഗ്രഹം, ഒരു സ്വപ്നം, അത് സഫലീകരിച്ചു എന്നുള്ള നിലയിലുള്ള അഭിപ്രായങ്ങളാണ് സാധാരണ മനുഷ്യരായിട്ടുള്ളതെല്ലാം പറഞ്ഞത്. തോട്ടം മേഖലയിൽ നമ്മൾ ഈ തൊഴിലാളി സംഘടനയുമായുള്ള പ്രവർത്തനത്തിൽ കൂടെ തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. തോട്ടം മേഖലയിലുള്ള ജനങ്ങളുടെ ആ സ്വാധീനം എത്രത്തോളം നമുക്ക് മുതലാക്കാൻ സാധിക്കും? തോട്ടം തൊഴിലാളികളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മുഖ്യമായും നമ്മൾ ആരംഭിച്ചത് റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷനിലാണ്. അവർ അഭയാർത്ഥികളാണ്. അവർ ശ്രീലങ്കയിൽ നിന്ന് കുടിയേറി ഇവിടെ താമസിപ്പിച്ച് അവർക്ക് തൊഴിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള റബ്ബർ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു. അത് അവരുടെ ജീവിതവും അതിനകത്ത് തന്നെയാണ്. അപ്പോൾ സാധാരണ തോട്ടത്തൊഴിലാളികളെ അപേക്ഷിച്ച് അവരുടെ എല്ലാ ജീവിതവും തോട്ടത്തിലായതുകൊണ്ട് തന്നെ ദൈനംദിനമുള്ള ജീവിത പ്രശ്നങ്ങളെല്ലാം ഇടപെട്ടു പോകുന്ന ഒരാൾ എന്നുള്ള നിലയിൽ വളരെ ആത്മാർത്ഥയോട് കൂടിയിട്ടാണ് അവരെല്ലാം എന്നെ കാണുകയും അവരെല്ലാം നല്ല വിജയാഹ്ലാദത്തിലാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യും എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോഴാ എസ്റ്റേറ്റ് RPL-ലുള്ളത്. തുടർന്ന് തെമ്മനവാരി എസ്റ്റേറ്റ് വർക്കേഴ്സിലും ആ തൊഴിലാളികളും ഒരു തൊഴിലാളിക്ക് ഒരു വിശ്വാസമുള്ള ഒരു നേതാവായി എന്നെ കാണുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പ്രോജക്റ്റാണ് തെമ്മയിലുള്ളത്.
ആരോഗ്യ മേഖലയിൽ നമ്മുടെ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായിട്ട് ഉയരേണ്ടതായിട്ടുണ്ട്. ഇത്തരം മേഖലകളിൽ നമുക്ക് എങ്ങനെ കൈകടത്താൻ സാധിക്കും? ഈ മേഖലകളെ സംബന്ധിച്ച് ഒരുപക്ഷെ ജനപ്രതിനിധി ആയില്ലെങ്കിലും പഴയ ജനപ്രതിനിധികളോടൊപ്പം നിന്ന് ഈ കാര്യങ്ങളെല്ലാം ദൂരെ നിന്ന് വീക്ഷിച്ചിട്ടുള്ള ആളാണ്. സ്വാഭാവികമായും നമുക്കറിയാം, ടെമ്പല ഇക്കോ ടൂറിസത്തിന് തുടക്കം കുറിച്ചത് പ്രകാശ് ബാബു സാറിന്റെ കാലത്താണ് അവിടെ ഇതിന്റെ തുടക്കം കുറിച്ചത്. താലൂക്ക് ആശുപത്രി പോലെയുള്ള ഇത്തരം ആശുപത്രികളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ രാജീവ് സാറിന്റെയും സുഭാഷിന്റെയും കാലത്തുള്ള പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. അപ്പോൾ ആ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികളുണ്ടെങ്കിൽ അത് ആ മേഖലകളിലെ ആളുകളുമായി കൂടിയാലോചിച്ച് അവരുടെ എന്താണ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതൊക്കെ ആലോചിച്ച് നമുക്ക് നടപ്പിലാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടുകളും അത്തരത്തിലുള്ള ചിന്താഗതികളുമായാണ് അജയ് പ്രസാദ് തെരഞ്ഞെടുപ്പിനെ നോക്കിയിരിക്കുന്നത്. വലിയ ഒരു വിജയവും ഈ മണ്ഡലത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18, പുനലൂർ. പുനലൂർ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ടെന്ന് UDF സ്ഥാനാർത്ഥി നൌഷാദ് യൂനുസ് കുഞ്ഞു പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും ടൂറിസം മേഖലയിലും നടപ്പിൽ വരുത്താമായിരുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും എല്ലാം ബോധപൂർവം മറക്കുകയായിരുന്നു. ഈ മേഖലകളിലെ സമഗ്ര വികസനമായിരിക്കും പ്രധാന ലക്ഷ്യമെന്നും സ്ഥാനാർത്ഥി കൂട്ടിച്ചേർത്തു. പുനലൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി നൌഷാദ് യൂനുസ് കുഞ്ഞാണ് ഇപ്പോൾ ഉള്ളത്. പുനലൂർ നിയോജക മണ്ഡലം ഏറെ വിവാദങ്ങൾക്ക് ഇട നൽകിയിരുന്നു അടുത്തിടെയായി. അതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുകയും മണ്ഡലത്തിൽ നൌഷാദ് യൂനുസ് കുഞ്ഞ് പുനലൂർ നിയോജക മണ്ഡലത്തിൽ ഒരു പുതുമുഖമല്ല. കാരണം 10 വർഷം മുമ്പ് നൌഷാദ് യൂനുസ് കുഞ്ഞിന്റെ പിതാവായിരുന്നു ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. അന്ന് ഇലക്ഷൻ നടപടികൾക്ക് ചുക്കാൻ പിടിച്ചത് നൌഷാദ് യൂനുസ് കുഞ്ഞാണ്. ആ ഒരു അനുഭവ സമ്പത്ത് കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ എത്തുന്നത്. നമുക്കൊന്ന് കാര്യം ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് ഒരു ആദ്യ 1-2 റൗണ്ട് മണ്ഡലങ്ങൾ പര്യടനം പൂർത്തിയാക്കിയപ്പോഴുള്ള പൊതുജന അഭിപ്രായങ്ങൾ? വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് UDF അനുകൂലമായി ഉണ്ടാകുന്നത്. കേരളത്തിൽ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു UDF അനുകൂല തരംഗം, ഒരു ഭരണ വിരുദ്ധ വികാരം എല്ലായിടവും നല്ല രീതിയിൽ പടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പുനലൂരിലും അതേ ഒരവസ്ഥയുണ്ട്. പിന്നീട് 10-30 വർഷക്കാലമായിട്ട് ഇടതുപക്ഷം കൈകാര്യം ചെയ്യുകയും മന്ത്രി ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടും പുരോഗമനപരമായ ഒരു കാര്യവും ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് പൊതുജനങ്ങൾക്ക് വളരെ അമർഷമുള്ളൊരു കാര്യം. UDF ഒരു അവസരം കൊടുക്കണമെന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നതായിട്ട് പൊതുവെ തീർച്ചയായും അവരുടെ പ്രതീക്ഷയ്ക്കപ്പുറം ഞങ്ങൾ ഈ മണ്ഡലം നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരും. ഒരുപാട് തന്നെ ആശയങ്ങൾ കൊണ്ട് നടപ്പാക്കാനുള്ളൊരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ സ്കൂളുകളായാലും മെഡിക്കൽ കേന്ദ്രങ്ങളായാലും റോഡുകളായാലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ അറിയാം, പുനലൂരിൽ ഇക്കരയിൽ നിന്ന് അക്കരെ പോകുമ്പോൾ ആകെ ഒരു പാലമാണ് ഉള്ളത്. വർഷങ്ങളായിട്ട് പുതിയ പാലം പണിയുമെന്ന് പറയുന്നു. ഈ അടുത്ത സമയത്ത് ഏതോ കല്ലിട്ടെന്ന് പറയുന്നു. ഇത്രയും കാലം ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ പെട്ടെന്നൊരു ബൈപ്പാസിൻ്റെ ഒരു കല്ലിടുക എന്ന് പറയുന്നത് അതൊക്കെ ഒരു പ്രഹസനമാണെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും. പുതിയ തലമുറയെ പറ്റിക്കാനൊന്നും പറ്റില്ല. സോഷ്യൽ മീഡിയ ആയാലും മറ്റെല്ലാ വാർത്തകളും അവർ അന്നന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഗിമിക്സ് ഒന്നും കാണിച്ച് രക്ഷപ്പെടാൻ പറ്റത്തില്ല. തീർച്ചയായും ഞങ്ങൾ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ വളരെ നല്ലൊരു മുന്നേറ്റം ഈ പുനലൂർ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്ക് അത്രമാത്രം പോസിറ്റീവാണ്. നിലവിൽ ഈ മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ട്, വിജയിക്കാനുണ്ട്, നടപ്പിലെത്താനുണ്ട് എന്നുള്ളൊരു സൂചന പൊതുവെ UDFന്റെ സ്ഥാനാർത്ഥികളും UDFന്റെ ഘടകവും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് അത്തരത്തിൽ എടുത്തു പറയേണ്ടതായ അടിയന്തരമായിട്ട് നമുക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്താണ് നമ്മുടെ മനസ്സിലുള്ളത്? നമ്മുടെ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് ഇപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലൊക്കെ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്തെടുത്താൽ ആ റെഫറൻസ് ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ അവിടെ ഒരു റെഫറൽ കേന്ദ്രമായി മാത്രമാണ് പ്രവർത്തിച്ചത്. നമുക്കറിയാം, അതൊക്കെ മാറ്റി അവിടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തൊരു ജില്ലാ ആശുപത്രി സംവിധാനത്തിലാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ മലയോര പ്രദേശങ്ങളിലുള്ള അവിടുത്തെ ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടി തിരുവനന്തപുരം വരെ അല്ലെങ്കിൽ കൊല്ലം വരെ പോകേണ്ടി വരുന്നില്ല. തിരുവനന്തപുരം ജില്ലയിലെ സുപ്രധാന മണ്ഡലമായ
കഴക്കൂട്ടം സ്വന്തമാക്കാനുള്ള പടയൊരുക്കത്തിലാണ് മൂന്ന് മുന്നണികളും. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാക്കി ഇടതിന് താഴെയിറക്കുക എന്നാണ് BJP കോൺഗ്രസ് ലക്ഷ്യം. അനാവശ്യ വിവാദത്തിനപ്പുറം വികസന നേട്ടങ്ങൾക്ക് ജനം വോട്ട് നൽകുമെന്ന ആത്മവിശ്വാസത്തിലാണ് നിലവിലെ MLA ആയ കടകംപള്ളി സുരേന്ദ്രൻ. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കഴക്കൂട്ടം. ഇടതു സ്ഥാനാർത്ഥിയായി കടകംപള്ളി സുരേന്ദ്രൻ രണ്ടാം തവണയും മത്സരിക്കുന്നതെന്നാണ് ഇതിന് പ്രധാന കാരണം. കേരള രാഷ്ട്രീയത്തിലെ കൊടുങ്കാറ്റായ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദം തിരഞ്ഞെടുപ്പിലും ചർച്ചയാക്കുക എന്നതാണ് കോൺഗ്രസ് BJP നീക്കം. ഇതിനൊപ്പം CPM BJP ഡീൽ ആരോപണവും സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഇടതുകോട്ട പൊളിച്ച് സീറ്റ് നേടുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ശരത്ചന്ദ്ര പ്രസാദ്. എതിരാളികളൊക്കെ ശക്തന്മാരാണ്, നല്ല സ്വർണ്ണ നിറമുള്ള ആളുകളാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മത്സരം കുറച്ചുകൂടി ആയാസരഹിതമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. തനിക്ക് ഡീലുണ്ടെന്നും പക്ഷേ അത് കഴക്കൂട്ടത്തെ ജനങ്ങളുമായിട്ടാണെന്നുമാണ് ഡീൽ ആരോപണത്തിൽ കടകംപള്ളി സുരേന്ദ്രന്റെ മറുപടി. മണ്ഡലത്തിലെ വികസനത്തിന് ജനം വോട്ട് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡീലുണ്ട്, എനിക്ക് സത്യമായിട്ട് ഡീലുണ്ട്. ആ ഡീൽ എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ടാണ്. എനിക്ക് കക്ഷി രാഷ്ട്രീയം കൂടാതെ ഈ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളുമായി എനിക്ക് ഡീലുണ്ട്. ആ ഡീലിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ. അതല്ലാതെ മറ്റൊരു ഡീലും നമ്മുടെ മുന്നിലില്ല. വിശ്വാസികളെ കയ്യിലെടുത്ത് വിജയം നേടാനുള്ള നീക്കമാണ് BJPയുടേത്. ശബരിമല സ്വർണ്ണക്കൊള്ള, യുവതീ പ്രവേശനമടക്കം മണ്ഡലത്തിൽ ചർച്ചാ വിഷയമാകും. ജില്ലയിലെ BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് കഴക്കൂട്ടം. ജനങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ വ്രണപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സ്വർണ്ണക്കൊള്ള. അതിൽ അന്നത്തെ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെ പങ്ക്, ആ പങ്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ജനങ്ങളിലേക്ക് എത്രത്തോളം കടന്നു ചെന്നിട്ടുണ്ടെന്നും കഴക്കൂട്ടം മണ്ഡലത്തിലെ ഫലത്തിലൂടെ വ്യക്തമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുമെന്നാണ് മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ വരെ പാലക്കാട്, കൊല്ലം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുയരും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് കൂടും. തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഇത് കൂടുതലാണ്. പശ്ചിമേഷ്യയിൽ വെടിനിർത്തലെന്ന ട്രംപിന്റെ പ്രഖ്യാപനം പാഴ്വാക്കായി. ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ US ഇസ്രായേൽ സംയുക്ത സൈന്യം ആക്രമിച്ചു. ആക്രമണം രാജ്യത്തെ കാര്യമായി ബാധിച്ചില്ലെന്ന് ഇറാൻ ഊർജ്ജമന്ത്രി അബ്ബാസ് അലിയാബ്ദി അവകാശപ്പെട്ടു. അതേസമയം യുദ്ധം നിർത്താൻ ഇറാന് മുന്നിൽ ഡൊണാൾഡ് ട്രംപ് 15 നിർദ്ദേശങ്ങൾ വെച്ചു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ പുതിയ ഷോറൂം ബംഗളൂരുവിൽ പ്രവർത്തനം ആരംഭിച്ചു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഓൺലൈനായി ഷോറൂം ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരങ്ങളായ ഇമ്രാൻ ഹാഷ്മി, ഉപേന്ദർ റാവു എന്നിവർ മുഖ്യാതിഥികളായി. ക്യാപ്റ്റൻ ബ്രജേഷ് ചൌട്ട MP സ്വർണ്ണാഭരണങ്ങളുടെ ആദ്യ വിൽപ്പന, കർണാടക MLA D വേദവാസ്തെ കമ്മത്ത് ആദ്യ ഡയമണ്ട് വിൽപ്പന നടത്തി. ഇവാൻ ഡിസൂസ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായി മംഗളൂരുവിലെ തെരഞ്ഞെടുക്കപ്പെട്ട നിർധനരായ രോഗികൾക്ക് ബോച്ചെ സാമ്പത്തിക സഹായ വിതരണവും നടത്തി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,445, പവന് 1,07,560. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,110, പവന് 88,880. വെള്ളി ഗ്രാമിന് 250, കിലോയ്ക്ക് 2,50,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവ് കാണാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.